السلام عليكم والحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കണേ, അല്ലാഹ് നീ ഹാസിലാക്കണേ. അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ. അല്ലാഹ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, അല്ലാഹു അവരെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ. അല്ലാഹ് നീ ഹാസിലാക്കണേ. അല്ലാഹ് അവർക്ക് അല്ലാഹുവേ എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ ശിഫ കൊടുക്കണേ. അല്ലാഹ് പരിപൂർണ ശിഫ കൊടുക്കണേ. അല്ലാഹ് നീയാണ് ശാഫിഉ തമ്പുരാനെ, പരിപൂർണ ശിഫ കൊടുക്കണേ. അല്ലാഹ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ നീക്കം ചെയ്യണേ. അല്ലാഹ് നീ നീക്കം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മഹത്താക്കപ്പെട്ട ഒരു സൂറത്തിനെ പറ്റിയാണ്. ചെറിയ സൂറത്താണ്. ഈ സൂറത്തിന്റെ അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സൂറത്ത് കൊണ്ട് അമൽ ചെയ്യേണ്ടത്, എന്താണ് നേട്ടം? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ കോടീശ്വരനാവണോ നിങ്ങൾക്ക് ഈ മജ്ലിസ് കാണുന്ന നിങ്ങൾക്ക് വലിയ കോടീശ്വരനാവണോ? എല്ലാവരും പറയുന്നതാണ്, ഉസ്താദേ വലിയ കോടീശ്വരൻ ആവണ്ട, ഞങ്ങൾക്ക് വലിയ കോടീശ്വരൻ ആവണ്ട, വലിയ സമ്പത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ കടം തീർന്നു കിട്ടിയാൽ മതി. ഞങ്ങൾ അനുഭവിക്കുന്ന ഇപ്പൊ പ്രയാസപ്പെടുന്ന വലിയ കടത്തിലാണ് തങ്ങളെ, അതൊന്ന് വീടി കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട. ആ കടങ്ങളൊന്ന് വീടിയിട്ട് ഈ കണ്ണു നടഞ്ഞാൽ മതി എന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്ന ആളുകളുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. വലിയ സമ്പത്തൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളെ കാര്യങ്ങൾ നിറവേറി പോകണം. അതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. അതിനെന്ത് വേണം? സമ്പത്തിൽ ബർക്കത്ത് വേണം. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ വാരിക്കോരിത്തരും. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന് ഇപ്രകാരം പാരായണം ചെയ്താൽ നിന്റെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും. എങ്ങനെ? നിനക്ക് സമ്പത്ത് തന്നുകൊണ്ട് അല്ലാഹു നിന്റെ കടങ്ങൾ വീട്ടിത്തരും. അല്ലേ? കടം വീടണമെങ്കിൽ എങ്ങനെ, എന്ത് വേണം? നിനക്ക് സമ്പാദ്യം എത്തണം, സമ്പത്തിന്റെ ഉറവിടം വിശാലമാകണം. എന്നാൽ നിന്റെ കടം നീ അറിയാതെ വീടിപ്പോകും. അല്ലേ? അതാണ് വേണ്ടത്. അപ്പൊ എന്ത് വേണം? നമുക്ക് സമ്പത്ത് എത്തിച്ചേരണം, നമ്മളടുത്ത് പണം എത്തിച്ചേരണം. എങ്ങനെ? ഹലാലായ രൂപത്തിൽ. അത് ദീനിന് ഉപകരിക്കുന്ന സമ്പത്താകണം നമ്മുടെ സമ്പത്ത്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സമ്പാദ്യമാകണം നമ്മുടെ സമ്പത്ത്. നമുക്ക് സമ്പത്ത് വന്നു ചേർന്നാൽ നമ്മൾ അത് എങ്ങനെ ചെലവഴിക്കണം. ചിലരൊക്കെ പറയാറുണ്ട്, തങ്ങളെ എനിക്ക് വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, വട്ടപൂജ്യമാണ്, സീറോയാണ്. അന്ന് ഞാൻ വല്ലാതെ ദൂർത്തടിച്ചു, എല്ലാത്തിനും ഞാൻ പണം ചെലവഴിച്ച്, ഇപ്പൊ ഞാൻ ഒന്നുമല്ല, വലിയ കടക്കാരനാണ്. നാട്ടിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, മറ്റുള്ളവന്റെ മുന്നിലേക്കൊന്ന് എനിക്ക് പോയി ചോദിക്കാൻ എനിക്ക് നാണമാണ്, ലജ്ജയാണ്. ഞാൻ എങ്ങനെ നടന്നവനായിരുന്നു തങ്ങളെ. ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഓരോരുത്തർ പറയുന്ന ഓരോരോ കഥകളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ
ഞാൻ ഈ പറയുന്നത് വലിയ സമ്പത്തുള്ള ആളായിരുന്നു. ഇപ്പൊ വട്ടപൂജമാണ് തങ്ങളെ. ഒന്നുമില്ല. മറ്റൊരാളുടെ മുന്നിൽ വലിയ പ്രമാണിയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കല്ലേ അറിയുള്ളൂ ഞങ്ങളെ വീട്ടിലെ അവസ്ഥ. വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒന്നിനും ഗതിയില്ലാത്ത ആളാണ്. വീട്ടിൽ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായി. തങ്ങളെ രഹസ്യമായിട്ട് ഓരോരുത്തർ എന്നോടുമായി രഹസ്യമായിട്ട് പറയുന്ന കാര്യമാണ് ഇത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ധാരാളം ആളുകള് അതിന് വേണ്ടത് സമ്പത്തിൽ ബർക്കത്തുണ്ടാകണം. നിന്റെ സമ്പത്ത് എങ്ങനെയാവണം? നീ ദൂർത്തടിക്കരുത്. ദീനിന് ഉപകരിക്കുന്ന സമ്പത്താകണം. അപ്പൊ നിനക്ക് അല്ലാഹു വേണ്ടുവോളം അല്ലാഹു നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സമ്പത്താകണം നിന്റെ സമ്പത്ത്. അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിനക്ക് നൽകും. ഈ സൂറത്തിനെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നീ അമൽ ചെയ്താൽ, ഈ സൂറത്തിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ചെറിയ സൂറത്താണ്, എല്ലാവർക്കും ഓതാൻ അറിയുന്ന, വലിയ അമലൊന്നുമല്ല, ചെറിയ സൂറത്താണ്, എല്ലാവർക്കും കാണാപാഠമറിയുന്ന സൂറത്താണ്, എല്ലാവർക്കും കാണാതെ തന്നെ ഓതാൻ അറിയുന്ന സൂറത്താണ്. ഈ സൂറത്തിനെ, ചെറിയ സൂറത്തിന് നീ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു നീ അറിയാത്ത രൂപത്തിൽ നിനക്ക് സമ്പത്ത് അല്ലാഹു എത്തിച്ചേരും. സമ്പത്ത് വലിയ പ്രയാസമാണ്. വലിയ സമ്പത്ത് നമ്മളെടുത്തുള്ളത് വലിയ പ്രയാസമൊന്നുമില്ല. അത് വേണം. എങ്ങനെ നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. ആ സമ്പത്ത് കൊണ്ട് അവിടെയുള്ളൂ ആ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുള്ളൂ. ബർക്കത്ത് വേണം സമ്പാദ്യത്തിൽ. നീ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിനക്ക് ബർക്കത്ത് വേണം. അതിന് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ പാരായണം ചെയ്ത് മഹാന്മാരായ അമ്പിയാക്കള്, വലിയ സമ്പന്നന്മാരുണ്ടായിരുന്നില്ലേ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ സമ്പന്നനായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാവർക്കും അറിയുന്നതാണ് സുലൈമാൻ നബിയുടെ ചരിത്രം. വലിയ കൊട്ടാരങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. വലിയ സിംഹാസനങ്ങൾ, ജിന്നുകള്, പക്ഷികള്, കാറ്റ് എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വഴിപ്പെട്ടിരുന്നു. അത്രക്കും വലിയ എല്ലാം അള്ളാഹു വഴിപ്പെടുത്തി കൊടുത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ സമ്പന്നനായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, അങ്ങനെ വലിയ പ്രവാചകന്മാരിൽ തന്നെ വലിയ സമ്പന്നന്മാരുണ്ടായിരുന്നു. വലിയ രാജാവല്ലായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെ നബിമാർ. അത് കഴിഞ്ഞാൽ സ്വഹാബത്തുൽ കിറാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയ സമ്പന്നനല്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പത്തൊക്കെ എവിടെ ചെലവഴിച്ച്? ദീനിന് വേണ്ടി ചെലവഴിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വലിയ സമ്പന്നനായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. വലിയ സമ്പത്തുള്ള ആളായിരുന്നു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. വലിയ സമ്പന്നനായിരുന്നു, സമ്പത്തുള്ള ആളായിരുന്നു മഹദി. എവിടെ ചെലവഴിച്ചു? സമ്പത്തെല്ലാം എവിടെ ചെലവഴിച്ചു? ദീനിന് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ വലിയ നമുക്ക് സമ്പത്തുണ്ടായെന്ന് വെച്ച് മോശക്കാരാവൂല. നമ്മൾ വലിയ കോടീശ്വരന്മാരായെന്ന് വെച്ച് നമ്മളാരും മോശക്കാരാവൂല. ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം? ദീനിന് വേണ്ടി ചെലവഴിക്കണം. തങ്ങളെ ഓരോരുത്തർ പറയുന്നതാണ്,
പറയുകയാണ്, എനിക്ക് ഇത്ര മുതലുണ്ടായിരുന്നു, പറമ്പുണ്ടായിരുന്നു, സ്വത്തുക്കളുണ്ടായിരുന്നു, ഞാൻ എല്ലാം ദീനിന് വേണ്ടി കൊടുത്തു, മദ്രസക്ക് വേണ്ടി കൊടുത്തു, പള്ളിക്ക് വേണ്ടി കൊടുത്തു. എന്നാലാണ് തങ്ങളെ എനിക്ക് നാളെ ഖബറിൽ സുഖമായി എനിക്ക് ഉറങ്ങാൻ കഴിയൂ. ഞാൻ ഉണ്ടാക്കിയത് എന്റെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മക്കള് നല്ല ദീനുമായി ബന്ധപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൊടുക്കാം. ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അത് ഇല്ലാണ്ടായി പോകും. ഞാൻ അധ്വാനിച്ചത്, എന്റെ ആയുസ്സിൽ ഞാൻ മൊത്തം അധ്വാനിച്ചത് അതെല്ലാം വെറുതെയായി പോകും തങ്ങളെ. ഞാനെല്ലാം പള്ളിക്ക് വേണ്ടി കൊടുത്തു, ദീനിന് വേണ്ടി കൊടുത്തു, സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്തു, ഹിഫ്ള് കോളേജിക്ക് വേണ്ടി കൊടുത്തു, മദ്രസക്ക് വേണ്ടി കൊടുത്തു, ദർസിന് വേണ്ടി ഞാൻ കൊടുത്തു. ഇൽമ് വളരണം തങ്ങളെ. നിങ്ങളെ പോലെയുള്ള ആലിമീങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഈ സമുദായത്തെ നയിക്കാൻ അവരുണ്ടാകണം. അതിനു വേണ്ടി ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ചെലവഴിച്ചു. എനിക്ക് റാഹത്തായിട്ട് എനിക്ക് എൻ്റെ കണ്ണടച്ചാൽ മതി. അതാണ് വേണ്ടത്. നമുക്ക് വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മളെ പേരിലുണ്ടെങ്കിൽ, വലിയ വലിയ ദർസുകൾ നമ്മളെ പേരിലുണ്ട്, വലിയ വലിയ മദ്രസകൾ നമ്മളെ പേരിലുണ്ടെങ്കിൽ, വലിയ വലിയ കോളേജുകൾ നമ്മളെ പേരിലുണ്ടെങ്കിൽ, അവിടെ ഒരു മതം പഠിക്കുന്നു, അവരവിടെ ഓരോരോ ഖുർആനിലെ ഓരോരോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുന്നുണ്ടെങ്കിൽ, അവർ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഓരോരോ കൂലി, അതിൻ്റെ പകുതി കൂലി നിനക്കാണോ, നിന്റെ ഖബറിലേക്കാണ് ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി അള്ളാഹു എത്തിക്കും. അള്ളാഹുവെ നീ എത്തിച്ചു നൽകണേ അള്ളാഹു. ഞങ്ങളെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹുവെ. ഞങ്ങൾക്ക് നല്ല സമ്പത്തിനി നൽകണേ ദീനിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ല സമ്പാദ്യം ഞങ്ങൾക്ക് നീ നൽകണേ നീ നൽകണേ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ നീ പാരായണം ചെയ്യ്. സമ്പത്ത് നമുക്ക് വേണോ? ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ നീ പാരായണം ചെയ്യ്. നമ്മളെ കടങ്ങൾ വീടാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, നമ്മളെ പ്രയാസങ്ങൾ നീങ്ങാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നെരുക്കങ്ങൾ നീങ്ങാൻ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ പാരായണം ചെയ്യ്. ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകള് പുതിയ കട തുറന്ന് തങ്ങളെ ഒരു കച്ചവടവും ഇല്ല, ഒരു അഭിവൃദ്ധിയും ഇല്ല, ഒരു പുരോഗതിയില്ല. ഗൾഫിലൊരു കടയുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി തൂഫാനായി. ഞാനൊരു പുതിയ കട തുറന്നു, കച്ചവടം എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഒരാളും ഞങ്ങളെ കടയിലേക്ക് കണ്ട് കേറുന്നില്ല പറയുന്ന ആളുകളുണ്ട്. ബിസിനസ്സിൽ പുരോഗതിയില്ല തങ്ങളെ, കച്ചവടത്തിൽ ബർക്കത്തില്ല, റാഹത്തില്ല, കടയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ നീ പതിവാക്കി, ഇപ്രകാരം നീ ഓതി നോക്ക്. എനിക്ക് അത്ഭുതം കാണുന്നതായിട്ട് കാണാം. എങ്ങനെയാണ് ഈ സൂറത്തിനെ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറക്കി കൊടുത്തത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത്, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ് വരാത്തത്, വഹിയുമായി വരാത്തതെന്ന് വേവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട്, ഒരു മാതാവ് എപ്രകാരമാണോ ഒരു കുഞ്ഞിനെ സാന്ത്വനപ്പെടുത്തുന്നത്, ആശ്വസിപ്പിക്കുന്നത്, അപ്രകാരം ആശ്വസിപ്പിച്ചിട്ടാണ് സൂറത്തുൽ ളുഹ ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഹബീബായ തങ്ങൾക്ക് ഇറങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ളുഹ. തങ്ങളെ അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ളുഹ ഇറങ്ങുന്നത്. സങ്കടപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊട്ടിക്കരഞ്ഞ ഒരു കുഞ്ഞിനെ മാതാവ് എപ്രകാരമാണോ ആശ്വസിപ്പിക്കുന്നത്, താലോലിക്കുന്നത്, അപ്രകാരമാണ് അല്ലാഹു ഹബീബായ തങ്ങളോട് സൂറത്തുൽ ളുഹയിലൂടെ പറയുന്നത്. തങ്ങളെ
നിങ്ങൾ പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട, ദുഃഖിതനാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ളുഹാ ഹബീബായ തങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അതാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, സാമ്പത്തികമായ പിരിമുറുക്കങ്ങൾ വരുമ്പോൾ സൂറത്തുൽ ളുഹയെ പാരായണം ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് ഉണർത്തുന്നു. അപ്പം നമ്മൾ പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട, സൂറത്തുൽ ളുഹയെ പാരായണം ചെയ്യേ. സൂറത്തുൽ ളുഹ നല്ലതാണ് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 സൂക്തങ്ങളില് 93-ാമത്തെ അധ്യായം സൂറത്തുൽ ളുഹ. ളുഹ നിങ്ങൾ പാരായണം ചെയ്യേ. എന്ത് പ്രയാസമാണെങ്കിലും, സാമ്പത്തിക പിരിമുറുക്കമാണോ നിങ്ങളെ നിങ്ങളെ അലട്ടുന്നത്, പ്രയാസമാണോ നിങ്ങളെ അലട്ടുന്നത്, നിങ്ങൾ വലിയ കടത്തിൽ മുങ്ങി നിൽക്കുകയാണോ, സൂറത്തുൽ ളുഹയെ പാരായണം ചെയ്യ്. എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടി നൽകും. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. നിങ്ങൾക്ക് റാഹത്ത് അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതല്ലേ ഹബീബായ തങ്ങള് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, വലിയ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങെന്തിനാണ് പ്രയാസപ്പെടുന്നത്, അങ്ങെന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത്, ഖദീജ, ഞാൻ വലിയ വിഷമത്തിലാണ്, ഞാൻ വലിയ പ്രയാസത്തിലാണ്. എന്നെ ആളുകൾ വലിയതായിട്ട് കളിയാക്കുന്നു, വലിയതായിട്ട് പ്രയാസത്തിലാക്കുന്നു. എന്നോട് ആളുകൾ പറയുന്നത്, നിന്റെ അടുത്ത് സമ്പത്തില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ദീനിലേക്ക് ആളുകൾ വരാത്തത്, നിന്റെയൊക്കെ സമ്പത്തില്ലല്ലോ, നീ ഒരു പാവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആളുകൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു, ഹബീബായ തങ്ങളെ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ, എനിക്ക് ഈ പട്ടണം മുഴുവൻ, എനിക്ക് മക്ക പട്ടണം മുഴുവൻ വാങ്ങാനുള്ള സമ്പത്ത് എൻ്റെ അടുത്തുണ്ട് നബിയേ, എൻ്റെ അടുത്തുണ്ട് നബിയേ. ഞാനിതാ ഈ സമ്പത്ത് മുഴുവൻ അങ്ങേക്ക് നൽകുന്നു, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ അങ്ങേക്ക് നൽകുന്നു. ആ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ എവിടെയാണ് ചെലവഴിച്ചത്? ദീനിന് വേണ്ടിയാണ് ചെലവഴിച്ചത്, ദീൻ വളരാൻ വേണ്ടിയാണ് ചെലവഴിച്ചത്. അവരൊക്കെ സമ്പത്തുണ്ടായിട്ട് പോലും, വലിയ പ്രമാണിമാരായിട്ട് പോലും അവര് ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് നമ്മളെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നത്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പോഴാണ് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്. എങ്ങനെയാണ് സൂറത്തുൽ ളുഹയെ കൊണ്ട് നമ്മൾ അമൽ ചെയ്യേണ്ടത്? സൂറത്തുൽ ളുഹ പാരായണം ചെയ്താൽ മതിയോ? എല്ലാ മഹാന്മാര് പഠിപ്പിക്കുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്ത് നോക്ക്. ഒരു ദിവസത്തിൽ ഇങ്ങനെ പാരായണം ചെയ്ത് നോക്ക്. അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. നിനക്ക് സമ്പത്ത് അല്ലാഹു നൽകും. നീ അറിയാത്ത മാർഗത്തിലൂടെ, നിനക്ക് ബിസിനസ് ആണെങ്കിൽ ആ മാർഗത്തിലൂടെ അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകും. നിനക്ക് കച്ചവടമാണെങ്കിൽ ആ മാർഗത്തിലൂടെ അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകും. നിന്റെ തൊഴിൽ എന്താണോ ആ മാർഗത്തിലൂടെ അല്ലാഹു നിനക്ക് സമ്പത്ത് ഏറ്റി നൽകും. നൽകില്ലേ? ഇവരൊക്കെ വലിയ സമ്പന്നനാക്കിയ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വലിയ സമ്പന്നനാക്കിയ അല്ലാഹുവിന് ഇന്നെ സമ്പന്നനാക്കാൻ വലിയ പണിയുണ്ടോ? ഇല്ല, ഒരു പണിയില്ല. ഇന്ന് ഒന്നുമല്ലാത്ത ആള് വലിയ സമ്പന്നനായി മാറുന്നത് നിനക്ക് കാണാം. ഇങ്ങനെയുള്ള അമല് ചെയ്തുകൊണ്ട് മക്കള് നന്നായി, ഒരു സഹോദരിയാണ് ഓതുന്നെങ്കിൽ അവൾക്ക് എന്ത് ലഭിക്കും? അവള് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഓതുന്ന സമയത്ത് അവന്റെ മകൻക്ക് നല്ല ജോലി കിട്ടും. അങ്ങനെ അവളെ വീട്ടിലേക്ക് സമ്പത്ത് ഇങ്ങനെ വന്നു ചേരും. ഭർത്താവിന് നല്ല ജോലിയായി, മകൻക്ക് നല്ല ജോലിയായി. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഖൈറാണ്. മകൻക്ക് അവിടെ ജോലി കിട്ടി, മകൻക്ക് കുവൈത്തിൽ നല്ല ജോലി കിട്ടി, അവൻ വലിയ ഓഫീസറാണ്, അവൻ പഠിച്ച പണി തന്നെ കിട്ടി. നമ്മളങ്ങനെ പറയാറില്ലേ? നമ്മളങ്ങനെ പറയാറുണ്ട്. ഭർത്താവിന് ഇതുവരെ വെറുതെ നിൽക്കുകയായിരുന്നു, ഇപ്പൊ എന്തോ ഒരു പേപ്പർ വന്ന് കയറി, അൽഹംദുലില്ലാഹ് നല്ല ജോലിയാണ്, നല്ല തിരക്കേടില്ലാത്ത സാലറി ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ പറയാറില്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. അതിങ്ങനെ സ്റ്റെപ്പ് വൈ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് അല്ലാഹു എത്തിക്കും. അതിന് വേണ്ടത് ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾ
ചെയ്തു നോക്ക്. എന്താണ് അമല്, എന്താണ് അമല്? ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിലൂടെ പറയുന്നത്, പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നത്, ഇനി എന്നാണ് തങ്ങൾ വീട്ടിലുണ്ടാകുക, ഇനി കാണാനുള്ള അവസരം എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം, കൺസൾട്ടിങ്ങിനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് തടിച്ചുകൂടുന്ന ആളുകൾ, അവർക്ക് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും തങ്ങളുടെ അടുത്ത് വന്നാൽ അതിന് വലിയ പരിഹാരം തങ്ങൾ ചെയ്തു തരും. അല്ലാഹുവേ, ധാരാളം ആളുകൾക്ക് വലിയ പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ക്ലാസ്സിലൂടെ പറയുന്നത് പോലെ പൈശാചികമായ ഉപദ്രവങ്ങളും മാറിയ ആളുകൾ നീങ്ങി, സുഖപ്പെട്ട ആളുകൾ, പ്രയാസങ്ങൾ നീങ്ങി, തങ്ങളെ ഞങ്ങൾ പോകാത്ത ഇടമില്ല, ഇതിനു വേണ്ടി ചെലവഴിക്കാത്ത പണമില്ല, പോകാത്ത ഇടമില്ല. അൽഹംദുലില്ലാഹ്, ഞങ്ങളിത് തങ്ങളെ വീഡിയോ കാണുകയും തങ്ങളുടെ അടുത്തേക്ക് വരികയും അൽഹംദുലില്ലാഹ് റാഹത്തായി എന്ന് പറയുന്ന ധാരാളം കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ്. നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ തമ്പുരാനെ. കല്യാണക്കാരും റെഡിയായ ആളുകൾ, മകന്റെ കല്യാണം റെഡിയായി തങ്ങളെ, അൽഹംദുലില്ലാഹ് എന്ന് സന്തോഷ വാർത്ത നിരന്തരം എല്ലാ ദിവസങ്ങളിലും അറിയിക്കുന്ന ആളുകൾ, ഇവിടെ വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കല്യാണം റെഡിയായ ആളുകൾ, മകളുടെ കല്യാണ കാര്യങ്ങൾ റെഡിയായ ആളുകൾ, വീട് പണി പൂർത്തിയായ ആളുകൾ, രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ ലഭിച്ച ആളുകൾ, ജോലി പ്രയാസങ്ങൾ തടസ്സങ്ങൾ നീങ്ങി ഹൈറായ ജോലി ലഭിച്ച ആളുകൾ നിരന്തരം വിളിക്കുന്നത്, തങ്ങളെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു, അൽഹംദുലില്ലാഹ് അവൻക്ക് ജോലിയിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഹൈറായ ജോലി അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, ശമ്പളത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്, ആ ജോലിയിൽ അല്ലാഹ് നീ നിലനിർത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ, ഈ മജ്ലിസിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ധാരാളം ആളുകൾ, അല്ലാഹുവിനെ നിലനിർത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്താണ് അമല്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, തങ്ങളെ എങ്ങനെയാണ് സൂറത്തുൽ ദുഹ ഞങ്ങൾ പാരായണം ചെയ്യേണ്ടത്, എഴുതി വെക്ക് ഒരു നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കോ. ചില ആളുകൾ, ഇവിടെ ശനിയാഴ്ച വന്ന ഒരു യുവതി പറയുക, ഒരു സഹോദരി, ശനിയാഴ്ച വന്ന ഒരു സഹോദരി പറഞ്ഞു, അതിപ്പോ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, തങ്ങളെ ഞാനൊരു നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട്, സയ്യിദിയം എന്ന് ആ നോട്ടിന് ഹെഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ വന്ന് കാണിച്ചു തന്നു, എന്നെ മുന്നിൽ വെച്ച് കാണിച്ചു തന്നു, സയ്യിദിയം എന്ന് ഹെഡിങ് ഇട്ടുണ്ട്. ഇവിടെ പറയുന്ന എല്ലാ അമലും ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങൾ പറയുമ്പോൾ ഞാനത് നോട്ട് ചെയ്യും. അങ്ങനെ ധാരാളം ആളുകൾ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകൾ, അല്ലാഹുവേ ഖൈർ നീ കൊടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് അവരെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. മജ്ലിസ് ഇടുന്നതനുസരിച്ച് കാണുന്ന ആളുകൾ, ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുമ്പോൾ മജ്ലിസിനെ പറ്റി അന്വേഷിക്കുന്ന ആളുകൾ, മജ്ലിസിനെ പറ്റി വിവരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് ഖൈർ നീ കൊടുക്കണേ അല്ലാഹ്, ഒരു നിലക്കും പരാജയം കൊടുക്കല്ലേ അല്ലാഹ്, ഒരു നിലക്കും അവരെ കൊയക്കല്ലേ അല്ലാഹ്. ഇവിടെ വന്നതിന് ശേഷമാണ് തങ്ങളെ ഒരു മനസ്സമാധാനം, ഒരു ഖൈർ ഞങ്ങൾക്ക് ഉണ്ടായത് എന്ന് പറയുന്ന ധാരാളം ആളുകൾ. അല്ലാഹുവേ, ഞാനത് പറയുന്നത് എൻ്റെ ഫളായിലോ എൻ്റെ മഹത്വമോ ഒന്നുമല്ല, എവിടെയും ഞാൻ പറയും എൻ്റെ മഹത്വം ഒന്നുമല്ല. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലും നോട്ടവുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ ഞങ്ങളൊക്കെ വല്ലിപ്പയായ ബാഹസൻ ജബലുൽ കാവലുള്ള മജ്ലിസാണ്. ഓരോ അമല് പറയുമ്പോഴും ഞാൻ ഉപ്പാപ്പയോട് മഖാമിൽ പോയിട്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ മജ്ലിസിൽ ഞാൻ അമല് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണേ അല്ലാഹ്, നീ കടത്തണേ തമ്പുരാനെ. അല്ലാഹു അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാനെ. അപ്രകാരം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതി വെക്ക്.
ഇൻഷാ അല്ലാഹ് നിങ്ങൾ എങ്ങനെയാണ് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്? എൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എങ്ങനെയാണ് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ പാരായണം നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والضحى والليل إذا سجى ما ودعك ربك وما كلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فهوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث إن شاء الله ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ളുഹയെ നിങ്ങൾ പാരായണം ചെയ്യുക. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സൂറത്തുൽ ളുഹയെ പാരായണം ചെയ്ത് ഒരു ദിവസം നിങ്ങൾക്ക് 70 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ദിവസം 70 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓതുന്ന സമയത്ത് വവജദക ആഇലം ഫഅഗ്ന എന്നെത്തുമ്പോൾ 8-ാമത്തെ ആയത്തെത്തുമ്പോൾ അത് 70 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാം. അത് 70 പ്രാവശ്യം ആവർത്തിച്ച് ആ ആയത്ത് നിങ്ങൾ കൊണ്ടുവരാം. ഒരു ഉദാഹരണത്തിൽ സൂറത്ത് നിങ്ങൾ ഇങ്ങനെ ഓതുക, അതായത് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യാം. 8-ാമത്തെ ആയത്ത് സൂറത്തുൽ ളുഹ നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്ത് 8-ാമത്തെ ആയത്തെത്തുമ്പോൾ, അതായത് വവജദക ആഇലം ഫഅഗ്ന എന്ന് നിങ്ങൾ എത്തുമ്പോൾ, എന്ന് നിങ്ങൾ എത്തുമ്പോൾ അത് 70 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യാം. എന്നെത്തുമ്പോൾ 70 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യാം. അപ്പൊ ജോലി തിരക്കുള്ള ആളുകൾ 70 പ്രാവശ്യം ഞങ്ങൾക്ക് ഓതാൻ ബുദ്ധിമുട്ടുണ്ട് ഉസ്താദേ തങ്ങളെ എന്ന് പറയുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ നിങ്ങളൊരു 17 പ്രാവശ്യം 70 പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നില്ലേ, സമയമില്ല തങ്ങളെ, ജോലി പ്രയാസങ്ങൾ, വീട്ടിലെ ജോലി തിരക്ക് കാര്യങ്ങൾ, അതിൻ്റെ 70 പ്രാവശ്യം നിങ്ങൾക്ക് എവിടെയാണ് ഓതാൻ സമയമുള്ളവർക്കാണ് ഇൻഷാ അല്ലാഹ് 70 പ്രാവശ്യം. സമയമില്ലാത്ത ആളുകൾ 17 പ്രാവശ്യം സൂറത്തുൽ ളുഹ പാരായണം ചെയ്യാം. 8-ാമത്തെ ആയത്തെത്തുന്ന സമയത്ത് വവജദക ആഇലം ഫഅഗ്ന എന്നെത്തുന്ന സമയത്ത് എന്നെത്തുന്ന സ്ഥലത്ത് നിങ്ങൾ 17 പ്രാവശ്യം അത് ആവർത്തിക്കാം. അതിങ്ങനെ ആയത്തിങ്ങനെ ആവർത്തിക്കുക 17 പ്രാവശ്യം. എന്നിട്ടോ അതിന് നിങ്ങൾക്ക് സമയമില്ല, അതിന് സമയമില്ല തങ്ങളെ, ഒരു 17 പ്രാവശ്യം ഓതാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല എന്ന് പറയുന്ന ആളുകൾ അവസാനമായിട്ട് 3-ാമത്തെ ഒരു ഓപ്ഷൻ, 3-ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, അതിനും സമയമില്ലാത്ത ആളുകൾ, അതിനും ജോലി തിരക്കാണ്, ഞങ്ങൾ ജോലിൻ്റെ ഇടയിലൊന്നും സമയം കിട്ടാറില്ല, ഇത്ര സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു 7 തവണയെങ്കിലും നിങ്ങൾ സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യണം. അതിന് സമയമില്ല നിങ്ങൾ പറയരുത്. കാരണം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോ 5 വക്ത് നിസ്കാരത്തിലും നിങ്ങൾക്ക് ഓതാൻ കഴിയും. ഒരു 2 സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് കഴിയുന്നതാണ്. 7 തവണ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് 7 തവണ സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യാം. എന്നിട്ട് 7 തവണ ആ 8-ാമത്തെ ആയത്ത് വവജദക ആഇലം ഫഅഗ്ന എന്നുള്ള ആയത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 7 തവണ ആവർത്തിച്ച് പാരായണം ചെയ്യാം. ആവർത്തിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു നൽകും. നിങ്ങളെ കടങ്ങൾ വീടാൻ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് മതി. നിങ്ങളെ സമ്പത്ത് വർദ്ധിക്കാൻ ഈ സൂറത്ത് മതി. ഭർത്താവിന് സമ്പത്ത് അധികരിക്കാൻ ഈ സൂറത്ത്
മതി. മകന്റെ ജോലി പ്രയാസങ്ങൾ മാറി കടങ്ങൾ വീടാൻ ഈ സൂറത്ത് മതി. എല്ലാ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും ഈ സൂറത്ത് മതി. കടങ്ങൾ വീടാൻ ഈ സൂറത്ത് മതി. എല്ലാത്തിനും ടെൻഷനുകൾ മാറാൻ ഈ സൂറത്ത് മതി. ഹബീബായ തങ്ങള് ടെൻഷനായി പ്രയാസപ്പെടുന്ന സമയത്താണ് ഈ സൂറത്തിന് അല്ലാഹു അവതരിപ്പിച്ചത്. അപ്പൊ ഈ സൂറത്ത് ടെൻഷന് മാറാനും ഈ സൂറത്ത് വലിയ മരുന്നാണ്, വലിയൊരു ഒറ്റമൂലിയാണ് ഈ സൂറത്തുൽ ളുഹ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്കണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഇൻഷാ അല്ലാഹ് തങ്ങൾ പറയുന്ന രീതിയിൽ ഈ മജ്ലിസിൽ നിന്ന് ഈ അമല് ഞാനിതാ സ്വീകരിക്കാൻ തയ്യാറായി തങ്ങളെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും പറയണേ ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ സകലമാന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീ മാറ്റി ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ കടങ്ങളും അല്ലാഹുവേ നീ വീട്ടി അല്ലാഹു ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനാക്കി ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ മൗത്താക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്ന് അല്ലാഹ് ഞങ്ങൾ ഈ സൂറത്തിനെ പാരായണം ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ടിറങ്ങി വന്നു അല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സൂറത്തിനെ തെറ്റുകളെല്ലാം പുറത്ത് ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഹൈറായ കവാടങ്ങളും ഞങ്ങൾക്ക് നീ തുറന്നിട്ട് തരണേ അല്ലാഹ്. ഷെറിന്റെ കവാടങ്ങൾ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് കൊട്ടിയടക്കണേ അല്ലാഹ്, ഈ കൊട്ടിയടക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂക്കി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഈ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹുവേ. അല്ലാഹു അവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. അവർക്ക് നീ റാഹത്തും ബറക്കത്തും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു നിലക്കും അവരെ കൊയക്കല്ലേ അല്ലാഹ്, കൊയക്കല്ലേ അല്ലാഹ്, കൊയക്കല്ലേ അല്ലാഹ്, കൊയക്കല്ലേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.